ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണല്ലേ? പിന്നെന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ രാവിലെ ഭയങ്കര പടിയൊക്കെ കഴിഞ്ഞ് ചായപ്പടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഭയങ്കര പണിയാണ്. കാരണം അവർക്ക് കുറേ ദിവസമായി സ്കൂളൊക്കെ പൂട്ടിയിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോവുക, എന്താ പറയുക, എൻജോയ് ചെയ്യാൻ എവിടേക്കെങ്കിലും പോവാറ് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ താമസക്ക് പോവാന്നൊക്കെ പറഞ്ഞ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈസ റെഡിയാക്കണ തകൃതിയാണ് കുറച്ച് ദിവസമായിട്ട് കേട്ടോ. മയിൽ ഫാം ഹൗസിലേക്ക് പോകുമ്പോൾ പിന്നെ സ്വിമ്മിങ് പൂളിലൊക്കെ ചാടണം, അതൊക്കെയാണ് എൻ്റെ പൊന്നൂസ് പറയണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസയൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ച് കുറച്ച് ചിരട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിരട്ടകളും അതുപോലെ കുറച്ച് വരിയുള്ള കുറച്ച് പ്ലാസ്റ്റിക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നുള്ളിപ്പെറുക്കണ തിരക്കിലാണ് കുട്ടികൾ. എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് പോവണം കേട്ടോ മലയിൽ ഫാം ഹൗസിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഒക്കെ റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. പിന്നെന്താ പറയുക, അപ്പോൾ ഏകദേശമൊക്കെ ഒരു അയക്കണം. അപ്പോൾ ഇന്ന് ഇപ്പം എല്ലാവരും നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട്ബുക്ക് എടുത്ത് അതേമാതിരി കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, കുറച്ച് ഇരുമ്പ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മനോട്ടിൻ്റെ പഴയ സൈക്കിള്, അപ്പോൾ അതൊക്കെ പാട് നമുക്ക് സെറ്റാക്കി വെച്ചിരിക്കണേ. പിന്നെ ഒരു കുറച്ച് ചിരട്ട കിട്ടി. പിന്നെ തൊടിയിൽ നിന്നൊക്കെ ചിരട്ട പെറുക്കിയിട്ടാണ് നമ്മൾ തേങ്ങ ചിരകിടുന്ന ചിരട്ടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി ചാക്കിലാക്കി വെക്കുകയാണ്. കുറേ ദിവസമായി തുടങ്ങിയിട്ടിട്ടോ, ഒരു 5-6 ദിവസമായി പെറുക്കി വെക്കൽ തുടങ്ങിക്കണം മക്കൾ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പച്ചി വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകും, അതിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പച്ചി വരുന്നവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കി ചാക്കിലാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. നോട്ട്ബുക്കുകൾ 4 നോട്ട്ബുക്കും ഉണ്ടായിരുന്നു, 5 നോട്ട്ബുക്കും പഴയ നോട്ട് ഒക്കെ ഉണ്ടായിരുന്നു, എഴുതിയ നോട്ട്ബുക്കുകളൊക്കെ. അപ്പോൾ അതൊക്കെ വേറെ ചാക്കിൽ, ചിരട്ടകൾക്ക് വേറെ ചാക്കിൽ, പ്ലാസ്റ്റിക്കും ഇരുമ്പിൻ്റെതൊക്കെ പാടെ വേറെ ചാക്കിൽ. അപ്പോൾ അതൊക്കെ പാടെ കാക്കറി കടയിൽ കൊണ്ടുപോയി കൊടുത്ത് വിറ്റിട്ട് ആ പൈസയും കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ മലയിൽ ഫാം ഹൗസ് കാണാൻ പോകുന്നത് കേട്ടോ. അടിച്ച് പൊളിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ കുട്ടികളെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയായിട്ട് പോകണം, ഇത് വിറ്റ് കൊണ്ടുവന്നിട്ടാണ് പോകാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരു പേർക്ക് കൂട്ടി തുടങ്ങി. അപ്പോൾ ഇപ്പാനും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മലയിൽ ഫാം ഹൗസിൻ്റെ നമുക്ക് പോയിട്ട് നല്ല വീഡിയോസൊക്കെ എടുക്കട്ടോ. മലയിൽ ഫാം ഹൗസിലേക്ക് ഇതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാം. പിന്നെ ഗൈസ്, നമുക്ക് നല്ല കാടകൾ വന്നിട്ടുണ്ട്, പുതിയ കുറച്ച് കാട കേട്ടോ. ഒരു 500ഓളം കാടുണ്ട് കേട്ടോ. അപ്പോൾ കാടകളൊക്കെ കൊണ്ടുവന്നു. കാടക്കൂടിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അവർക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ 500 കാടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളാണ്. കുറച്ച് കാടുണ്ടായിരുന്നു, അവരെ കൊടുത്ത് പുതിയതൊക്കെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ കാടക്കൂടിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കാടക്കൂടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കാടക്കുട്ടികളെ കാണാം. ഇപ്പോൾ ഗൈസ്, നമ്മളെ കാടക്കുഞ്ഞുങ്ങൾ ഇവരെ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഗൈസ് കാടകൾ എത്തിയത് കേട്ടോ. തള്ളിടല്ല, ചെറിയ കുട്ടികളല്ലേ. തീറ്റയും വെള്ളവും. അപ്പോൾ നമ്മൾ തീറ്റയും വെള്ളവും ഒക്കെ നമ്മൾ സെറ്റാക്കി വെച്ച് കൊടുത്തേക്കുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക കേട്ടോ, ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റ കേട്ടോ. അപ്പോൾ ഈ തീറ്റ കൊടുക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് തന്നെ വലുപ്പം വെക്കട്ടോ, പെട്ടെന്ന് തന്നെ വലുതാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയിടാൻ പെട്ടെന്ന് പ്രായമാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രോയിലർ സ്റ്റാർട്ടർ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമല്ലോ, ആ തീറ്റയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ട് തുടങ്ങോളം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. മുട്ടയിടൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ലെയർക്ക് മാറും, മുട്ടത്തീറ്റ കൊടുക്കും കേട്ടോ. അപ്പോൾ വലുതാവോളം മുട്ടയിടോളം നമ്മൾ മുട്ടയിട്ട് പകുതി ആവോളം ഈ ബ്രോയിലർ സ്റ്റാർട്ടറാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ തീറ്റയും വെള്ളവും ഒക്കെ നമ്മളിതാ അവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. മക്കളിതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. എല്ലാവരും എന്താ ഞാൻ പറയുക, ചാക്കിലെ സാധനങ്ങൾ പെറുക്കി കൂട്ടണ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുപോകാമെന്നൊക്കെ ഇക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാക്കിലൊക്കെ ആക്കി നിറച്ചുകൊണ്ടിരിക്കണം കേട്ടോ. സ്കൂൾ പൂട്ടി എല്ലാവരും വെക്കേഷന് ടൂറായിട്ടും അങ്ങോട്ടും ഒരു ഫാമിലി ടൂറും ഒക്കെ ആയിട്ട് പോയിക്കണം. ഞങ്ങൾ മാത്രമേ എവിടേക്കും പോവലില്ല എന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും പേച്ചിലൊക്കെ ഇരുന്നിട്ടോ. അപ്പോൾ കുറേ കാലമായി ഇവർ മലയിൽ ഫാം ഹൗസിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഒരു ദിവസം അല്ലും ആദ്യം കൂടി മലയിൽ ഫാം ഹൗസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് അവർക്ക് പൂതിയിട്ടിട്ടില്ല. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, വലിയ സ്വിമ്മിംഗ് പൂൾ അന്ന് ഉണ്ടാക്കണമുള്ളായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് ചാടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ പറയണു.
ഓരോ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. അപ്പോൾ ഇന്ന് പോവാൻ നാളെ പോവാറ് എനിക്ക് മാറ്റി വെക്കണ പൈസയൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് എടുത്ത് പോകട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പാടെ കൊണ്ടുപോയി വിറ്റിട്ട് നമുക്ക് ആ പൈസ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റു തരുന്നിട്ടോ. അപ്പോൾ അത് കേട്ടതും പിറ്റേ ദിവസം മുതൽ തന്നെ കുട്ടികളെല്ലാവരും പെറുക്കി കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ചിരട്ട മുറ്റത്ത് കിടക്കുന്ന ചിരട്ടകളും അതുപോലെ തന്നെ കുറേ നോട്ട്ബുക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ. ഓരോ സ്കൂളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നോട്ടുക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചട്ടപ്പെട്ടി പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ പിന്നെ ഇക്കാടെ പഴയ വണ്ടിൻ്റെ എന്തോ മാറ്റി വണ്ടിൻ്റെ ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളായിട്ട് കുറച്ച് ഇരുമ്പുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ആട്ടാൻ വേണ്ടി പൊളിച്ച അതിൻ്റെ ചിരട്ടകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ പൈസ ആയിട്ട് നമുക്ക് പോവാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. പിന്നെ സ്കൂളൊക്കെ പൂട്ടുമ്പോൾ ഏത് കുട്ടിയൊക്കെയായാലും കുറച്ച് നേരമൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാനും യാത്രകൾ പോകാനൊക്കെ താല്പര്യം ഉണ്ടാവും അല്ലേ. എൻ്റെ മക്കൾ പിന്നെ യാത്രകളൊന്നും ഞങ്ങൾ പോവാറില്ല കേട്ടോ, എവിടേക്കും പോവാറില്ല. എപ്പോഴെങ്കിലും ഒരു കോട്ടക്കുന്ന് നമുക്ക് പോകും, അത്തരത്തിന് ടൂറായിട്ടും കാര്യങ്ങളായിട്ടൊന്നും ഞങ്ങൾ പോവാറില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കുട്ടികൾ പറഞ്ഞ അവസാനമായിട്ട് എൻ്റെ മക്കൾ പറയണേ ഞങ്ങൾ ദൂരത്തേക്കൊന്നും പറയണില്ലല്ലോ, അവിടെ അടുത്തുള്ള മലയിൽ ഫാം ഹൗസൊക്കെയല്ലേ പറഞ്ഞുള്ളൂ, അങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകുമോ ചോദിച്ചപ്പോൾ കേട്ടപ്പോൾ സങ്കടമായിട്ടാണ്. അപ്പോൾ ഏതായാലും പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇക്ക സാധനം കൊണ്ടുപോയി വിറ്റാൽ പിറ്റേ ദിവസം തന്നെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കണത്. അപ്പോൾ അതാ അങ്ങനെ മക്കളോട് ചാക്കിലൊക്കെ ആക്കിക്കാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അതാ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ മാങ്ങ നല്ല പഴുത്ത മാങ്ങ കുട്ടികളടുത്ത മൂച്ചിൻ്റെ ചോട്ടിൽ നിന്ന് പെറുക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുളിയുണ്ട്, നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ, പുളിയാണ്. അപ്പോൾ ഞാനതിങ്ങോട്ട് ഓരോ പൂളുകളാക്കി പൂണ്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇങ്ങോട്ട് മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് വെറുതെ കുട്ടികൾ തിന്നണില്ല, അപ്പോൾ പിന്നെ വെറുതെ നാശാക്കണ ഇങ്ങനെ ജ്യൂസ് അടിച്ചാൽ കുട്ടികൾ നല്ലോണം തിന്നോളൂ കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ചിടുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറിയ മാങ്ങ നമുക്ക് പൂളാനും കിട്ടില്ല, അപ്പോൾ ഒരു ബുദ്ധിമുട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓരോ മാങ്ങ നെട്ടിന് കഴിഞ്ഞിട്ട് ഓരോ പൂളുകൾ ഇതുപോലെ പൂണ്ടതിന് ശേഷം സ്പൂൺ ഉണ്ടല്ലോ, സ്പൂൺ എടുത്തുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് വരണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ മിക്സിക്ക്. എന്നിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചാൽ മതി. നല്ല ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മൾ ഒറിജിനൽ ഫ്രൂട്ടി പോലെ കേട്ടോ. പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യം, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ല കുഞ്ഞു മാങ്ങയാണ്, നാടൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് ജ്യൂസ് അടിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ആയ കുട്ടികളും തിന്നോളൂ. നല്ല പുളിയും മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് തന്നെ മിക്സിയിൽ കൊണ്ട് അടിച്ചെടുത്തിട്ട് കൊണ്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എത്രയൊക്കെ വെള്ളം വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികളാണ് കുടിച്ചും ചെയ്തോളും. ഇപ്പോൾ ക്ഷീണിച്ച് ഇങ്ങനെ വരുന്ന നേരത്ത് വൈകുന്നേരം ചായക്ക് പകരമൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇതാ കൊടുക്കട്ടോ. അപ്പോൾ ഏതായാലും ഇക്ക വരാമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജ്യൂസൊക്കെ അടിച്ചിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. പിന്നെ വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് വരുന്ന നേരം ഉണ്ടാവും കേട്ടോ, വൈകുന്നേരം ചായപ്പടേണ്ട നേരം. അപ്പോൾ ചായക്ക് പകരമായിട്ട് നമുക്ക് ജ്യൂസ് അങ്ങോട്ട് കൊടുക്കുക വിചാരിച്ചുകൊണ്ട് ഫ്രിഡ്ജിക്ക് വെക്കാനാണ് കേട്ടോ. ഐസ് കട്ട ഇവിടെ ഏതായാലും വെക്കലില്ല, ഐസ് കട്ട വെച്ചാൽ മക്കളെടുത്ത് വെറുതെ തിന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഐസും കട്ട ഒന്നും വെക്കില്ല, അപ്പോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് ഫ്രിഡ്ജിക്ക് വെക്കട്ടെ വിചാരിച്ചിട്ടാ. പിന്നെ അതാ നമ്മൾ പഞ്ചസാര അതിലിട്ട് ഇങ്ങോട്ട് അടിക്കുകയാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് അലിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. പഞ്ചസാരയും കൂടെ അത്യാവശ്യം നല്ല പഞ്ചസാര ഇടണം കേട്ടോ, എന്നെങ്കിലാണ് മധുരം ഉണ്ടാവുള്ളൂ, കാരണം പുളി ഉണ്ട് കേട്ടോ മാങ്ങ. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിക്കണം. അപ്പോൾ ഇതഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി മക്കൾ വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് വരുന്ന നേരത്തെ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നാടൻ മാങ്ങ കുഞ്ഞു മാങ്ങകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ചെത്തിയിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് വരണ്ടി എടുത്തിട്ട് ജ്യൂസ് അടിച്ചാൽ മതി കേട്ടോ. തൊലി കളഞ്ഞിട്ട് നമുക്ക് അടിക്കാൻ എങ്ങനെയായാലും പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഇക്ക വന്ന് നമ്മൾ തേങ്ങ പൊളിച്ച് പറമ്പൊക്കെ പോയി തേങ്ങ പൊളിച്ചതൊക്കെ കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ വെട്ടലും പൊളിക്കലും പൂളലും വെട്ടലും ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ തേങ്ങയൊക്കെ ആട്ടാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഉണങ്ങി 8 ദിവസം പോലെ വെയിലൊക്കെ കൊണ്ടിട്ടാ. അപ്പോൾ തേങ്ങ കൊണ്ടുപോകേണ്ട ആട്ടാൻ. അതേമാതിരി തന്നെ കുട്ടികളെ പെറുക്കി വെച്ച ആക്രി ഇമ്മാനൂട്ടൻ്റെ സൈക്കിളാണ് കേട്ടോ, പഴയ സൈക്കിളാണ്. അതൊക്കെ എടുത്തിട്ട് പഴയ ഫാനുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. കൊണ്ടുപോകുമ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ചിരട്ട ഉണ്ട് കേട്ടോ, ഒരു വലിയ ചാക്കോളം ചിരട്ട കിട്ടി. ചിരട്ടക്ക് ഭയങ്കര വിലയാണല്ലേ, തേങ്ങക്കും ചിരട്ടക്കും ഒക്കെ വിലയാണ് കേട്ടോ. അപ്പോൾ ചിരട്ടിയുണ്ട്. അങ്ങനെ ഏതായാലും മക്കളെല്ലാവരും
കയറിയിരിക്കണം, ഞങ്ങളും പോകുന്നുണ്ട് വിൽക്കാനെന്ന് പറഞ്ഞിട്ട് ഓലൊക്കെ പെറുക്കി കൂട്ടിയിട്ടാണ്. അപ്പോൾ ഓലും കയറിയിരിക്കണിട്ട് ആദ്യം അല്ലും പൊന്നൂസും ഉണ്ട് കേട്ടോ. അച്ചുട്ടി പിന്നെ ഉച്ചക്ക് ഉറങ്ങും കേട്ടോ, കാരണം രാവിലെ മദ്രസക്ക് പോകണതുകൊണ്ട് തന്നെ ഉച്ചക്കൊന്ന് നല്ലൊരു ഉറക്കം കേട്ടോ. അപ്പോൾ അച്ചുട്ടി ഒന്ന് ഉറങ്ങുകയാണ്, ഓൾ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ കൂടെ മക്കളും കൂടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇക്ക വന്നേക്കന്നെ വണ്ടിയിലെടുത്ത് വെക്കലും, കാരണം രാവിലെയും തലേ ദിവസമൊക്കെ പറഞ്ഞ ചെന്ന് കൊണ്ടുപോകണം എന്നിട്ടാ. അപ്പോൾ നാളെ പോണ നേരത്തിൽ ചിലപ്പോൾ ട്രിപ്പ് ഉണ്ടാകുമ്പോൾ പിറ്റേ ദിവസം പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവായിക്കൊണ്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും പറ്റിയ സന്തോഷം എല്ലാവരുടെ മുഖത്തും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ എല്ലാവരും മക്കളെല്ലാവരും കൂടിയും പോവുകയാണ് അത് വിൽക്കാനായിട്ടിട്ടാ. അപ്പോൾ ഇതാ കണ്ടില്ല, അങ്ങനെ ആദ്യമോനൊക്കെ അതെല്ലാവരും ഇതാ ടാറ്റ ബൈ ബൈ തന്നും കടയൊക്കെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബൈ.